ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ്. ആദ്യം തന്നെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. കിള്ളം പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതിലൂടെ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 20 തന്നെയാണ്. എന്നുവെച്ചാൽ ഖലീഫ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഈ പടം റിലീസ് ചെയ്യുക. ബിഗ്ഗസ്റ്റ് ക്ലാഷ് തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ്. നല്ല പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിരടി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ആഷിറിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഒരു ക്യാമിയോ ആയിരുന്നു, സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട്. അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആളുടെ പേര് ഡെന്നിച്ച് എന്നുള്ളതാണ് പടത്തിൽ. അത് മാത്രമല്ല, ഈ പടം 50 കോടി ഇപ്പോൾ കളക്ഷൻ നേടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്നുവെച്ചാൽ NTR വെച്ചിട്ട് പ്രശാന്തിയിൽ എടുക്കുന്ന പടം. ഈ പടത്തിൻ്റെ ഗ്ലിംസ് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ 11:52. എന്തായാലും വന്നിട്ടുണ്ട്. ഡ്രാഗൺ എന്നുള്ള തന്നെയാണ് പടത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. കുറേ ആയിട്ട് റൂമർ കളിച്ചിട്ടാണ്, ഇതുവരെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആളുടെ ഈ പടത്തിലത്തെ ക്യാരക്ടർ നെയിം ലോഗർ എന്നുള്ളതാണ്. ഈ ഗ്ലിംസ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത്. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. സെല്ലാറിൻ്റെ ഗ്ലിംസ് വന്നപ്പോഴുള്ള ഒരു സംഭവമൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല. പിന്നെ മാത്രമല്ല, NTRൻ്റെ ലുക്ക് ആൾ നല്ല മെലിഞ്ഞിട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് നല്ല കുറച്ചുകൂടി സൈസുള്ള രീതിയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ ഗ്ലിംസിനെ കുറിച്ചിട്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. സ്ഥിരം പരിപാടി തന്നെയാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളി തന്നെയാണ്, അതിന് വേറെ വർത്താനമില്ല. പക്ഷേ ഷോട്ട് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. KGF സെല്ലാറിൽ കണ്ട പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് വീഡിയോ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഫ്രം ടുമാറോ എന്നുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നാളെയാണ് പടം റിലീസാവുന്നത്, അതുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും പടം മൊത്തത്തിൽ 28 കോടിയുടെ മുകളിലേക്ക് ഫസ്റ്റ് ഡേയിൽ പ്രീ സെയിൽസ് നേടിയിട്ടുണ്ട്. അതേമാതിരി വീക്കെൻഡ് കഴിയുമ്പോൾ 4 ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ 38 കോടിയുടെ മുകളിലോളം ആയിട്ടുണ്ട്. എന്തായാലും ഈ ടൈം കഴിയുമ്പോഴേക്കും വീക്കെൻഡിൽ 40 CR പ്ലസ് കളക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും കേരളത്തിൽ മാത്രം ഫസ്റ്റ് ഡേ 7 കോടിയുടെ മുകളിലേക്ക് പ്രീ സെയിൽസ് നടന്നിട്ടുണ്ട്. എന്തായാലും ഡബിൾ ഡിജിറ്റ് ആയിരിക്കും ഓപ്പൺ ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അർജുൻ സർജ മെയിൻ കഥാപാത്രമായിരുന്ന പടം. പ്രീതി മുകുന്ദനും അഭിരാമി അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയായിരുന്നു. കിടലൻ ട്രെയിലറായിട്ടാണ് തോന്നിയത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു ക്യാരക്ടർ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്യാരക്ടർ പോസ്റ്റ് ആവാനാണ് ചാൻസ്. നായകൻ്റെ തന്നെയാണ്. FAൻ്റെ പേര് ആൻ്റണി വർഗീസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ആളുടെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ക്യാരക്ടർ തകർക്കും, വേറെ ലെവലായിരിക്കും എന്നുള്ളതൊക്കെയാണ് ജഗദീഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കണ്ടറിയാം. പിന്നെ അരസൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 50 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഷൂട്ട് ബാക്കിയാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ പടം ദിവാലിക്ക് പുറത്തിറക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്, ഈ വർഷം തന്നെ. എന്നുവെച്ചാൽ ഒക്ടോബർ ആ ഒരു ടൈമിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.